നമ്മളിപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കില്ലേ, അതുപോലെ എങ്ങനെയാണ് നമ്മളെ ഫോണിലുള്ള പാട്ടുകൾ സ്റ്റാറ്റസിൽ വെക്കുക? പല മെത്തേഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഓഡിയോ സ്പെക്ട്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടൊക്കെ വെക്കാം. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമ്മളെ പാട്ട് ആവശ്യമുള്ള ഭാഗം സ്റ്റാറ്റസിൽ വെക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് മൈക്കെടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് പാട്ടായാലും എന്തെങ്കിലും സംസാരിച്ചിട്ട് വെക്കാം, സ്റ്റാറ്റസിൽ വെക്കുക. അങ്ങനത്തെ ഒരു മെത്തേഡ് ഇന്നത്തെ വീഡിയോയിൽ അത് നമുക്ക് വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാക്കാം അല്ലേ. അതിൻ്റെ മുന്നേ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും ചുവന്നൊരെഴുത്ത് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും ചുവപ്പിൽ വെള്ളയിൽ. അതൊന്നങ്ങ് ഞെക്കി വയ്ക്കുക. ചുവപ്പല്ലെങ്കിൽ ഞെക്കണ്ട, ചുവപ്പാണെന്നുണ്ടെങ്കിൽ ഞെക്കിയാൽ മതി. അതിൻ്റെ കൂടി ഒപ്പം ഒരു ബെല്ല് വരും, അതുകൂടി ഞെക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ മിസ്സാണ്ട് കാണാം. ഇപ്പോൾ ഇനി നമുക്ക് ഈ മെത്തേഡ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇത് ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ ലിങ്ക്, പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മാണ്ടിയോ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദ ഓഡിയോ സ്റ്റാറ്റസ് മേക്കർ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ ചെയ്താൽ ഡൗൺലോഡ് ചെയ്യുക. അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വരും, ഒരു ചെറിയ ബോക്സ് വരും. അവിടെ ഒരു ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിനാവശ്യമുള്ള രണ്ട് പെർമിഷൻ ചോദിക്കും. അത് രണ്ടും അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിലെത്തും. ഇതാ ഇങ്ങനെ വന്ന് ഇവിടെ ആ 2-3 ബട്ടൺ കാണാം. അതിൽ റെക്കോർഡ് എന്നുള്ള രണ്ടാമത്തെ ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മൈക്ക് എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുക, പാട്ടൊക്കെ പാടിയിട്ട് സ്റ്റാറ്റസ് ആക്കുക. അല്ലെങ്കിൽ ഓൾ ഓഡിയോ എന്നുള്ള രണ്ടാമത്തെ ടാബ് ഞെക്കിയാൽ നമ്മളെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോ തന്നെയാണ് വരുന്നത്. എല്ലാ പാട്ടും ഇതിൽ വരും. പാട്ട് ഫോട്ടോ രണ്ടും കണക്ക് തന്നെ, പിന്നെ ഒരേ അക്ഷരം വ്യത്യാസമല്ലേ ഉള്ളൂ. ഇതിൽ ഞാനൊരു പാട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഒന്ന് സെലക്ട് ചെയ്താൽ ഇത് ഈ ആപ്ലിക്കേഷനിലേക്ക് പാട്ട് വരിക ലേശം ഒരു സമയം എടുക്കും. ഇപ്പം വരും കേട്ടോ. അത് വരുന്നവരെ വേണമെങ്കിൽ നമുക്ക് എന്തായാലും മുണ്ടിയും പറഞ്ഞ് കുത്തിരിക്കുക. ഞങ്ങൾക്കൊക്കെ സുഖമല്ലേ, ചങ്ങായിമാർക്കൊക്കെ. ഒരുപാട് ആൾക്കാർ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചില വീഡിയോയിലെല്ലാം ഇടുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇട് ചെയ്യുന്നുണ്ട്. അത് ആവശ്യക്കാർ പിന്നെ അത്യാവശ്യമുള്ള മെസ്സേജ് മാത്രം, മാക്സിമം വോയിസ് മെസ്സേജ് ആയിക്കോട്ടെ, കോൾ ചെയ്യണ്ട. കോൾ ചെയ്താൽ കിട്ടിയല്ല ഏതെങ്കിലും സമയത്തല്ലേ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മളെ പാട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പാട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ 2 സമയത്തിൻ്റെ ഇത്. അതിൽ ഒന്നാമത്തെ സ്റ്റാർട്ട് എന്നുള്ളതിൽ നമുക്ക് എവിടെ നിന്ന് തൊട്ട് എന്നുള്ളതും രണ്ടാമത്തേൽ എവിടത്തോളം എന്നുള്ളതാണ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി പിന്നെ ഒന്ന് സെലക്ട് ചെയ്യുക, ഒന്ന് കാണിച്ച് തരാൻ വേണ്ടി ഒന്ന് സെലക്ട് ചെയ്യാം. ഒരു 25 ആയിക്കോട്ടെ. അതിനുശേഷം ഒരു 35 ആയിക്കോട്ടെ. എന്നിട്ട് അവിടെ ടിക്ക് മാർക്ക് ഉണ്ട്, അതൊന്നാം കൊടുത്തേക്കുക. അതിന് ശേഷം വരുന്ന ഇതിൽ നമുക്ക് ആവശ്യമുള്ള വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആ പാട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ, മുഴുവൻ സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഈ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഡിയോ മൊത്തത്തിൽ കട്ടായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം മുഴുവനായിട്ടും. ഞാനിപ്പോൾ ഇത് മാത്രം കാണിച്ചു തരാമെന്ന് പിന്നെ ഒന്ന് വെക്കുന്നത്. അങ്ങനെ ചെയ്താൽ മതി, പാട്ട് ഫുള്ളായിട്ട് വെക്കാം. ഒന്ന് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തിരിക്കട്ടോ, ഒരു കളറ് അതൊന്ന് ക്രിയേറ്റ് ആയിക്കോട്ടെ. ഇപ്പം ആവും കേട്ടോ. ഇപ്പം കഴിയും. ഇതാ നമ്മളെ ഈ പാട്ട് സംഭവം റെഡിയായി. ഇനിയിപ്പം താഴെ 2-3 ബട്ടൺ കാണുന്നില്ലേ, അതിൽ ഷെയർ ഞെക്കിയാൽ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. രണ്ടാമത്തെ എറോ മാർക്ക് ഞെക്കിയാൽ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. മൂന്നാമത്തെ വാട്സപ്പ് ഐക്കൺ ഞെക്കി കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ തന്നെ സെൻഡ് ചെയ്യാം. വാട്സപ്പ് ഓപ്പണായി സ്റ്റാറ്റസിലേക്ക് അത് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് അവിടെ സെൻഡ് ബട്ടൺ ഞെക്കി കൊടുക്കുക. സെൻഡ് ആയി കഴിഞ്ഞ് ഇനിയിപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ നമ്മളൊന്ന് പോയി നോക്കാം. അവിടെ എങ്ങനെയാണ് വന്നത് നോക്കണ്ടേ. വാട്സപ്പ് തുറന്ന് സ്റ്റാറ്റസ് എടുത്ത് കുറേ സ്റ്റാറ്റസ് വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ നമ്മൾ അതല്ലല്ലോ, മഞ്ഞല്ല സെൻഡ് ചെയ്ത്, അത് നേരത്തെ സെൻഡ് ചെയ്താ. എന്താ മഞ്ഞ സെൻഡ് ചെയ്വാ. അപ്പോൾ അധികം പാട്ട് വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് വരും. അതിനെക്കൊണ്ട് അത് വെക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.